നിങ്ങളെ അവഗണിക്കുന്നവർ ശരിക്കും നിങ്ങളെ അർഹിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ചിന്താ വിഷയം ഇതാണ് കേട്ടോ. നമ്മളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവും. പ്രൊഫഷണൽ ലൈഫിലാവട്ടെ, പേഴ്സണൽ ലൈഫിലാവട്ടെ, അല്ലെങ്കിൽ ഡേ ടു ഡേ കാര്യങ്ങളിലാവട്ടെ, പല കാര്യങ്ങളിലും പല സിറ്റുവേഷൻസ് നമ്മൾ ചലഞ്ചസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പം നമ്മൾ എല്ലാവരും ഒറ്റമരങ്ങൾ തന്നെയാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ ഒറ്റമരങ്ങൾ തന്നെയാണ്. ബട്ട് വി ആർ ഹാവിങ് സം ഹെൽപ്പ് ഓർ വി ആർ ഹാവിങ് സം മോട്ടിവേഷൻ ഫ്രം അവർ സറൗണ്ടിങ്സ്. കറക്റ്റ് അല്ലേ? നമ്മൾ ചിലപ്പോൾ ഇപ്പം ഈ മരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു ഫോട്ടോട്രോപ്പിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മോട്ടിവേഷൻ ഉൾക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യക്ഷമമായ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. യൂഷ്വലി അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ എന്താ, ലൈഫ് മുരടിച്ചു പോകും. കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണത് നമ്മളുടേതായ രീതിയിലായിരിക്കും. ഇന്ന് നമ്മൾ ഹൗ ടു ഹാൻഡിൽ ദ പീപ്പിൾ ഹു നെഗ്ലക്റ്റ് യു, അല്ലെങ്കിൽ നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഹൗ ദ നെഗ്ലക്റ്റിംഗ് ബിഹേവിയർ ഹാപ്പൻസ് എന്നാദ്യം നോക്കാം. എങ്ങനെയാണ് ഒരാൾ നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ നെഗ്ലക്റ്റ് ചെയ്യണത് നോക്കാം. പല തരം സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മളെ പരിഗണിക്കാനുള്ള, അവഗണിക്കാതിരിക്കാനുള്ള കാരണം പരിഗണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പരിഗണിക്കാനുള്ള സമയം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല. നമ്മളെ പരിഗണിക്കാനുള്ള സമയം, നമ്മളെ കേൾക്കാനുള്ള സമയം, ഇതൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള നെഗ്ലക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സംടൈംസ് വി ഫീൽ ഇറ്റ്സ് ലൈക്ക് കോൺഷ്യസ് ബിക്കോസ് ദേ ആർ നെഗ്ലക്റ്റിങ് അസ് അല്ലേ? നമുക്ക് തോന്നുമോ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിച്ചേനില്ലേ, അല്ലെങ്കിൽ നമ്മളെ കേട്ടേനില്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയണതിന് ഒന്ന് ചെവി തന്നേനില്ലേ എന്ന് തോന്നും. അപ്പോഴൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചം വരുന്നേ എന്ന് തോന്നും. ബട്ട് വെളിച്ചം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. പണ്ടാരണ്ടൊക്കെയോ പറഞ്ഞ പോലെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ ആ വെളിച്ചം നമ്മൾ എൻലൈറ്റൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ വെളിച്ചം തേടി തേടി പോവുക മിന്നാമിനുകളുടെ പോലെ. ചുറ്റും വെളിച്ചം എവിടെയാണെന്ന് പരതിക്കൊണ്ടിരിക്കുക. ബട്ട് ദ ലൈറ്റ് ഈസ് വിത്തിൻ അസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ വെളിച്ചമുള്ളപ്പോൾ നമ്മളിങ്ങനെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ, അവഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളുടെ എല്ലാത്തിലും ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ലാപ്ടോപ്പിൽ വരെ ഒരു ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് എന്നുകൊണ്ടൊരു ബട്ടൺ ഉണ്ടല്ലോ. ഇഫ് വി ആർ നോട്ട് ലൈക്ക് ആക്സെപ്റ്റിംഗ് ദ ഇമോഷൻസ്, ജസ്റ്റ് ഡിലീറ്റ് ദ ഇമോഷൻ. ഒരാളെ നമ്മൾ പരിഗണിക്കാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്തും ആയിക്കൊള്ളട്ടെ, നമുക്കത് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻ ഡിലീറ്റ് ചെയ്താൽ പോരെ. ആഹാ, ഡിലീറ്റ് ചെയ്യണത് അത്ര ഈസിയാണോ? സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണത് ഈസി ഒന്നല്ല കേട്ടോ. ബിക്കോസ് വെൻ വി ആർ ഫീലിംഗ്, നമ്മൾ എപ്പോഴാണോ ആ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോണ്, ദെൻ ഓൺലി വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദാറ്റ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ മറ്റൊരാൾ എന്താണ് ആ സിറ്റുവേഷനിൽ അനുഭവിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ അയാളുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അയാൾ നമ്മൾ അവഗണിക്കാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ചിലപ്പോൾ നമ്മളെ കൊണ്ടായിരിക്കാം. മനസ്സിലായോ? അവിടെ ഒരു പോയിന്റ് ഉണ്ട്. കാരണം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നു, ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, മദർ ആൻഡ് ഡോട്ടർ ആവട്ടെ, സൺ ആൻഡ് ഫാദർ ആവട്ടെ, ഫ്രണ്ട്സിൻ്റെ ഇടയിലാവട്ടെ, കൊളീഗ്സിൻ്റെ ഇടയിലാവട്ടെ, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരായിട്ടും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിം തരികിടതും തോന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നു. എന്തെങ്കിലും ആവട്ടെ, പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ കരിയറിലെ പ്രശ്നങ്ങളായിരിക്കാം, പ്രൊഫഷണലിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അസുഖങ്ങളാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അപ്സ് ആൻഡ് ഡൗൺ അസുഖങ്ങളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മിങ്കിൾ ചെയ്യാൻ വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനും തോന്നുള്ളൂ അല്ലേ? നമ്മൾ വി ജസ്റ്റ് അവോയ്ഡ് എവറിതിങ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ഒരാളെ അവോയ്ഡ് ചെയ്യുന്നതാവില്ല, ബട്ട് വി ആർ പ്രിസർവിങ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ലൈക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വെളിച്ചം ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളൊന്ന് ബാലൻസ് ആയിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാതും ബാലൻസ് ആയിക്കോളും.
അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ മറുവശം കൂടി ചിന്തിക്കാം. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക, ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ആഹാ നീ എനിക്കിപ്പോൾ ടെക്സ്റ്റ് ചെയ്തില്ല, നീ എനിക്ക് ചാറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ അയച്ചതിന് റിപ്ലൈ ഇല്ല. നമ്മൾ പലവരും നോക്കുന്ന ഒരു ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ, ചിലർ ബ്ലൂ ടിക്ക് ഹൈഡ് ചെയ്ത് വെക്കും, അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുപോട്ടെ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ സീൻ നോട്ട് സീൻ അങ്ങനെയൊക്കെ വരില്ലേ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കണ്ടു എന്നിങ്ങനെ പരതി പരതി നോക്കുമല്ലോ, എത്ര വ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ചിലർ കണ്ടിട്ടും ഏയ് യു ഡോണ്ട് റെസ്പോണ്ട് ടു മീ ബിക്കോസ് യു ജസ്റ്റ് നെഗ്ലക്റ്റഡ് മീ അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യാത്തത്. സോ അപ്പോൾ ഒന്നാമത്തെ കാര്യം, നെഗ്ലക്റ്റ് ചെയ്യണതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് സമയം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദേ മൈറ്റ് ബി ബിസി, അതൊരു കാര്യമായിരിക്കാം. നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി എടുക്കുക. അവർ നമ്മളെ അവഗണിച്ചതല്ല, ദേ ആർ ബിസി ഇൻ ദെയർ ഓൺ ലൈഫ്, സോ ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് ടു അസ്, അങ്ങനെ എടുക്കാമല്ലോ. അതുകൊണ്ടായിരിക്കാം നമ്മളെ നെഗ്ലക്റ്റ് ചെയ്തെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദേ ആർ നോട്ട് വെൽ, നമ്മളോട് റെസ്പോണ്ട് ചെയ്യണ രീതി, അല്ലെങ്കിൽ നമ്മളെ അപ്പം ക്യൂക്ക് റെസ്പോൺസ് കിട്ടിയില്ല, ബിക്കോസ് ദേ ആർ നോട്ട് വെൽ, ദേ ആർ അൺവെൽ, അങ്ങനെയും ചിന്തിക്കാം. എല്ലാം ഒരു ബാലൻസ് ചെയ്ത് പോയാലല്ലേ അവർക്കും നമ്മളായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുമല്ലെങ്കിൽ വാട്ട് ദ നെക്സ്റ്റ് റീസൺ, നമ്മളൊരാളെ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്തായിരിക്കാം, അവർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല. അതങ്ങോട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഇപ്പം നിവൃത്തിയില്ല. അവർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പച്ചക്കറി എടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത പല പച്ചക്കറികളുമല്ലേ. ചിലവർക്ക് വെണ്ടക്കായ ഇഷ്ടം ഉണ്ടാവില്ല ബിക്കോസ് ഇറ്റ്സ് ടു സ്ലൈമി അല്ലേ. ചിലവർക്കും സ്ലൈമി ആയിട്ടുള്ള വെണ്ടക്കായ ഇഷ്ടമില്ല, ചിലവർക്ക് ബിറ്റർ ഇഷ്ടമില്ല, കയ്പക്കായ ഇഷ്ടമില്ല ബിക്കോസ് ഇറ്റ്സ് ടേസ്റ്റ് ഇസ് ബിറ്റർ, അത് ബിറ്ററാണ്, അതുകൊണ്ട് ഇഷ്ടമില്ല. ചിലവർക്ക് സ്വീറ്റ് സാധനങ്ങൾ ഇഷ്ടമില്ല, ലൈക്ക് സ്പൈസി ഓൺലി. സോ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യുക. സോ വൈ വി നീഡ് ടു വറി വെൻ സം വൺ ഇസ് നെഗ്ലക്റ്റിംഗ് യു, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതെന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് അവരെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മളൊരു പോയിന്റിൽ അവരത്രമാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം നമ്മൾക്ക് അവർ നമ്മളെ അവഗണിക്കുമ്പോൾ പ്രയാസം ഉള്ളിൽ തോന്നുന്നത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഹൗ വി എക്സ്പ്രസ് അവർ ഫീലിംഗ്, നമുക്ക് ഈ ചെടികളെപ്പോലെ ഇല പൊഴിക്കാനൊന്നും പറ്റില്ല, നമ്മൾ കരയും അല്ലേ, കരഞ്ഞ് 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 കുളമാക്കും. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കരഞ്ഞു കഴിയുമ്പോൾ അവർ വന്ന് തിരിച്ചു വന്ന് മിണ്ടോ, ഇല്ല, മിണ്ടില്ല, സംസാരിക്കില്ല ചിലപ്പോൾ, ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് ടു ഇൻറ്ററാക്ട് വിത്ത് യു. നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല, ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടെല്ലിങ്. നമ്മുടെ സിറ്റുവേഷനല്ലല്ലോ അവരുടെ സിറ്റുവേഷൻ, അതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകണം എന്നില്ല. സോ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ബാരിയർ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ അവഗണിക്കുന്ന ആളുകളെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ജസ്റ്റ് ഇഗ്നോർ ദം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, പക്ഷേ എനിക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ ലവ് ദം അറ്റ് സം എക്സ്റ്റെൻറ്റ്, എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഐ എം എ പീപ്പിൾ പ്ലീസർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു പീപ്പിൾ പ്ലീസർ മെൻറ്റാലിറ്റി ഉള്ള ആളായിരുന്നു, ആയി ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആളാണ്. എനിക്ക് എപ്പോഴും പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. ഞാൻ എൻ്റെ കാര്യമില്ല പറഞ്ഞത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്കിപ്പോൾ പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറ്റി എന്ന് വരില്ല. വെൻ ഐ ടെൽ സംതിങ് ലൈക്ക് ഡോണ്ട് ബിലീവ് ഐ എം എ പെർഫെക്റ്റ് പേഴ്സൺ, ബിക്കോസ് ഐ ഡു ഹാവ് ഫ്ലോസ്. ലൈക്ക് എനിക്കും ഉണ്ട് മൂഡ് സ്വിങ്സ് എല്ലാം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ട്, അത് എവ്രിബഡി ഈസ് ഹാവിങ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പുസ്തകത്തിൽ എഴുതി പഠിച്ച പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിയറി പഠിച്ച പോലെ ഒന്നും പ്രാക്ടിക്കലാക്കാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ പറ്റില്ല. വാട്ട് വി ക്യാൻ ഡു, നമുക്ക് ഫീലിംഗ് ഓഫ് ബീങ് ഇഗ്നോർഡ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ലോൺലിനെസ് എന്നുള്ളത് വരും. അപ്പോൾ ജസ്റ്റ് ഡൈവേർട്ട് യുവർ തോട്ട്സ്. ഫീലിംഗ് ഓഫ് ബീങ് ഇഗ്നോർഡ് കംസ് വിത്ത് ഓൾ നെഗറ്റീവ് ഇമോഷൻസ്, ലൈക്ക് സംടൈംസ് കൺഫ്യൂഷൻ ആയിരിക്കാം, ആ ഒരു റിലേഷൻഷിപ്പിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം അത് ഇഗ്നോർഡ് എന്നുള്ള ഫീലിംഗ് വരുന്നത്. പിന്നെ സെൽഫ് ഡൗട്ട്, ഓ ഞാൻ എന്ത് ചെയ്തു ഭഗവാനെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ അവരെന്നോട് പെരുമാറിയത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സിൻസിയറായിട്ട് കീപ്പ് ചെയ്ത റിലേഷൻഷിപ്പ്, വൈ ഷി ഓർ ഹീ ലൈക്ക്
അതെന്തുകൊണ്ടാണ് അവർ വാല്യൂ കൊടുക്കാണ്ട് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തത്? ആൻഡ് മോസ്റ്റ്ലി ഫൈനലി ലൂസിങ് യുവർ കോൺഫിഡൻസ്. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് അങ്ങനെ പോയി കിട്ടും. ഇങ്ങനെ സെൽഫ് ഡൗട്ട്സും കൺഫ്യൂഷനും എല്ലാം കൊണ്ട് ഈ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മളെ അൺവാണ്ടഡ് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ മാറ്റി വെച്ചിട്ട് നമ്മൾ വാണ്ടഡ് ആണെന്ന് ചിന്തിക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാരില്ലേ, അല്ലെങ്കിൽ അഞ്ചോ ആറ് ആൾക്കാരില്ലേ, അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ പിന്നാലെ ഉണ്ടല്ലോ. ഇറ്റ്സ് ഹൈ ടൈം യു നോ യുവർ വർത്ത് ഇൻ ദാറ്റ് പേഴ്സൺ. അതായത് നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാർ ലൈഫിൽ നമ്മൾ എത്രത്തോളം നമ്മളെ അവർ വാല്യൂ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു. ഇഫ് ദ പേഴ്സൺ ഈസ് ഇഗ്നോറിങ് യു, it's important to value your own self esteem, and that is certainly very essential. When someone is avoiding you, you do feel bad, but we are helpless in that situation. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇഗ്നോർഡ് ആണ്, നമ്മളെ ഒരാൾ ഇഗ്നോർ ചെയ്യണു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കുറേ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരും. അതായത് കൺഫ്യൂഷൻ വരും, സെൽഫ് ഡൗട്ട്സ് വരും. ഫൈനലി വിൽ ലൂസ് ദ കോൺഫിഡൻസ് ടു ഡു അവർ ഡേ ടു ഡേ ലൈഫ്. അയ്യോ, ഇവരൊക്കെ എന്നെ ഇഗ്നോർ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ ലൈക്ക് ഇപ്പോഴൊക്കെ ഡിജിറ്റൽ ഏജ് ആണല്ലോ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2000 മുതലോ, അപ്പോഴൊക്കെ എല്ലാവർക്കും ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഏത് ആൾക്കാർക്ക് ഗ്രൂപ്പില്ലാത്ത? അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ നമ്മളെ ആഡ് ചെയ്തൊന്നും വരില്ല. Sometimes it's family group, sometimes it's friends group, sometimes like us, whatever it is. Maybe എല്ലാ സ്ഥലത്തും നമ്മൾ ബിറ്റർ ഗോഡ് ആവണം, ഒരു കൈ പോലെ ഒരു ഫീലുള്ള ആളായിരിക്കാം. സോ ഇറ്റ്സ് ഹൈ ടൈം യു നോ യുവർ വർത്ത് ഇൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു വാല്യൂ യുവർ ഓൺ സെൽഫ് എസ്റ്റീം. ദാറ്റ് ഇസ് certainly വെരി എസെൻഷ്യൽ. നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ. യു ആർ ദിസ്, യു ആർ ദാറ്റ് എന്ന് പറയണം. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എസ്റ്റീം ഉണ്ട്, സെൽഫ് എസ്റ്റീം ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഐ ആം. വെൻ സമൺ ഈസ് അവോയ്ഡിങ് യു, യു ഡു ഫീൽ ബാഡ്, ബട്ട് വി ആർ ഹെൽപ്ലെസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളിരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല, അവർക്ക് നമ്മളെ മനസ്സിലായില്ല, ദാറ്റ്സ് ഇറ്റ്. സോ ഡോണ്ട് ഡിക്രീസ് യുവർ സെൽഫ് എസ്റ്റീം. നിങ്ങൾ നിങ്ങളായിരിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻസ് ഒരിക്കലും കളയരുത്. നമ്മൾ പറയണത് അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല. ബിക്കോസ് ഈ ലോകത്തിൽ എത്രയോ പുസ്തകങ്ങളുണ്ട്, എല്ലാം വായിച്ചിട്ടും ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല നമുക്ക്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ, അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം, അയാളുടെ അവസ്ഥകൾ, അയാൾ കടന്നു പോകുന്ന അവസ്ഥകൾ എല്ലാം മറ്റൊരാൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നോബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ഫുള്ളി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോണ്ട് ഫീൽ ബാഡ്. നമ്മൾക്കും വസന്തങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, ഒരു ദിവസം വെൻ്റ് ഔട്ട് ചെയ്യാൻ എടുത്തോളൂ, കരയാനൊക്കെ ഒരു ദിവസം എടുക്കാം. ഓക്കെ, ഹി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ, ഹി ഡോണ്ട് വാല്യൂ മീ, ഓർ ഷീ ഡോണ്ട് വാല്യൂ മീ, ഷീ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. യെസ്, ഇറ്റ്സ് ദെയർ. ഇത് ആരുടെയും മിസ്റ്റേക്ക് അല്ല. മേ ബി ബിക്കോസ് യു ആർ നോട്ട് ഇൻ എ കണ്ടീഷൻ ടു അണ്ടർസ്റ്റാൻഡ് സംവൺ. ഒരു പക്ഷെ നിങ്ങൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യമാവില്ല. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മതിയായി കഴിഞ്ഞു, ലൈക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. ഇനിയും ആൾക്കാരുണ്ട് കേട്ടോ, ചുമ്മാ മിണ്ടാതിരിക്കും. അറിയില്ല എന്തിനാന്ന് പോലും നമുക്കറിയില്ല. ജസ്റ്റ് ജസ്റ്റ് ദേ വിൽ ബിക്കം ഭയങ്കര ടൈറ്റ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ജസ്റ്റ് വൺ ഡേ ജസ്റ്റ് മൂവ് അവേ ഫ്രം യുവർ ലൈഫ് ആൻഡ് യു ഫീൽ ഓൾ ലോസ്റ്റ്. എന്താ പറയുക, നമ്മളവിടെ തകർന്ന് തരിപ്പണമാകും. അയ്യോ, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വി ആർ ജസ്റ്റ് ഇൻ കൺഫ്യൂഷൻ ബിക്കോസ് വി നെവർ ഫെൽറ്റ് ഇറ്റ് ബിഫോർ, ഓർ വി ആർ ഹാവിങ് ദ സെയിം സൈക്കിൾ ഉണ്ടാവാം കേട്ടോ ഓരോരുത്തരുടെ ലൈഫിൽ. അതായത് ഒരേപോലത്തെ സൈക്കിൾ. ഇയാൾ പറഞ്ഞത് തന്നെ മറ്റൊരാൾ പറയുന്നു, അതേപോലെ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു, അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് പോകുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ നമ്മളെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അതായത് ഇത് ഡിജിറ്റൽ ഏജ് ആണ്. ആക്ച്വലി like when I talk to you, the something is like everyone can relate, I think.
ഞാൻ ഇത് പറയുന്നത് ഇപ്പോഴത്തെ ഏജിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു. കാരണം മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് ഐ എം ഷെയറിങ് വിത്ത് യൂസ് സജസ്റ്റഡ് ബൈ യൂട്യൂബ് ഓൺലി. യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് തന്നെയാണല്ലോ. ഇനി ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ ഹൂ ഇഗ്നോർ യു എന്നുള്ളതിന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ്, ഗീവ് എ പേഴ്സൺ ലിറ്റിൽ സ്പേസ്. നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ലിറ്റിൽ സ്പേസ് കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും അല്ലെങ്കിൽ ഇന്ന് വരെ അത് പോസിബിൾ ആയിട്ടില്ല. ഐ യൂസ് ടു ഗീവ് ദ ഫുൾ സ്പേസ് ഇൻ മൈ ലൈഫ്. ലൈക്ക് ഞാൻ ഒരു ആളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ഫാമിലി ഫ്രണ്ട് ആയാലും ഐ ഗീവ് മൈ ഫുൾ അറ്റൻഷൻ, മൈ സിൻസിയർ ട്രസ്റ്റ്, വാട്ട് എവർ ഹാർഡ് വർക്ക്. നമ്മൾ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ഫുള്ളി 100% അതുപോലെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് എനിക്ക് ഈ ഇതിന്ന് കിട്ടിയിട്ടുള്ള ഒരു ടിപ്സുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആർ യു ഷുവർ ദാറ്റ് പേഴ്സൺ ഈസ് ഇഗ്നോറിങ് യു? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക പേഴ്സൺ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ. ദെൻ ഫൈൻഡ് ഔട്ട് വാട്ട് ബോദേഴ്സ് ദം. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് അവർ ഇഗ്നോർ ചെയ്യണമെന്നുള്ളത് ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ആൻഡ് ഓവർ റിയാക്ടിങ്. നമ്മൾ ആ കാര്യത്തിനോട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, ഓവർ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക. വൈ വി ഷുഡ് റിയാക്ട് ദിസ് മച്ച്? ഓവർ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് ടേക്ക് ഇറ്റ് ഈസി. അത് പറയാൻ എളുപ്പമാണ്, നമുക്ക് എന്താ പറയുക, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത് ടേക്ക് ഇറ്റ് ഈസിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് വി ലവ് ദം എ ലോട്ട് ഇൻ സം എക്സ്റ്റെൻഡ്. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഗോ ആൻഡ് ആസ്ക് ഹിം പേഴ്സണലി. ഇനി നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്യുന്നത്? ബിക്കോസ് ഐ ഹാവ് ടോൾഡ് യു എവറിഥിങ് ഇൻ മൈ ലൈക്ക് എൻ്റെ ഭാഗത്തിലെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നീയും എന്നെ മനസ്സിലായില്ല എന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഹേർട്ട് ഉണ്ടായോ? സോ ബി റെഡി ടു സേ സോറി. അപ്പം തന്നെ പറയാം, സേ സോറി, സോറി, സോറി. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഇഗ്നോർ ചെയ്യാച്ചാൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദോസ് ഹു ആർ വിത്ത് യു. നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആൻഡ് സ്റ്റേ അവേ ഫ്രം നെഗറ്റിവിറ്റി and invest your time in something very important, you consider very important something, just spend in that. And primary important thing, self esteem is very important. നമ്മളുടെ സെൽഫ് എസ്റ്റീം കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്, നമുക്കതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് സ്റ്റാർട്ട് നോട്ടീസിങ് സിഗ്നൽസ്. വാട്ട് ഇസ് ഇഫ് നമ്മുടെ മൈൻഡ് അവിടെ തന്നെ ക്ലിങ് ചെയ്യുന്നുണ്ട്, വൈ ഐ ഷുഡ് ക്ലിങ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ, ആൻഡ് ഡൈവേർട്ട് യുവർ മൈൻഡ് ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതായത് അങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷന് പറ്റണ ഒരു സ്പേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹാവ് എൻ ഓപ്പൺ ഡിസ്കഷൻ. ആൻഡ് ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ജസ്റ്റ് മൂവ് ഓൺ. അത്രയേ ഉള്ളൂ. ഫീലിംഗ് ലൈക്ക് ആ ഇഗ്നോർഡ് എന്നുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹറാസിങ് അല്ലേ. നമുക്ക് തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഫീലിംഗ് ഇഗ്നോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിച്ചിട്ട് വേണം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കാനായിട്ട് സൈക്കോളജി പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി അപ്പോളജൈസ് ഇഫ് നെസസറി. നമ്മൾ എത്ര അപ്പോളജി പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ജസ്റ്റ് മൂവ് ഓൺ, അത് മാത്രമേ നിവൃത്തിയുള്ളൂ. പിന്നെ ലെറ്റ് ഗോ ചെയ്യണം. നമ്മൾ ആ ഒരു സംഭവം ലെറ്റ് ഗോ ചെയ്യണം. ലെറ്റ് ഗോ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെങ്കിൽ ലൈക്ക് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിനും ഓവറോൾ ഡേ ടു ഡേ ലൈഫിനും എല്ലാം ബാധിക്കും. തിങ്ക് പോസിറ്റീവ്ലി, മേക്ക് യുവർ സെൽഫ് സോ ഹാപ്പി, ഈറ്റ് ഹെൽത്തി ആൻഡ് ട്രൈ ടു ഡു എക്സസൈസ് എവറി ഡേ ആൻഡ് ലാഫ് ഓഫൺ. എപ്പോഴും ചിരിക്കാം, നന്നായി ഉറങ്ങാം. പിന്നെ എല്ലാത്തിനും ഉപരി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം, നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. ആരുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോഴും നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് പോകാതിരിക്കാൻ, എനിക്കൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റാൻ ലൈക്ക് ഇന്നർ സ്ട്രെങ്ത്തിന് പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യും.
ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. ലൈക്ക് നമ്മുടെ സിറ്റുവേഷൻസ് എത്ര വേഴ്സണായാലും കുറേ കാര്യങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതായത് നമുക്ക് ബ്രേക്ക് വേണം തോന്നി, ടേക്ക് എ ബ്രേക്ക്. But you are not alone. You have many people around you. You are not alone. അതെപ്പോഴും തിങ്ക് ചെയ്യുക. Many people are around you and many people are praying for you and many people are with you. So smile. Always remember to smile. സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് തോന്നുന്നു. വീഡിയോ ഇടാൻ തോന്നുന്നുണ്ട്, തോന്നുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. Because of some health issues, I was taking little break. അപ്പം താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ ജിത്ത. സോറി ഫോർ നോട്ട് പുട്ടിംഗ് വീഡിയോ ഫോർ സം ഡേയ്സ്. ഐ തോട്ട് ടു ലീവ് യു ബട്ട് മെനി പീപ്പിൾ ലൈക്ക് ഐ തോട്ട് ടു ടേക്ക് എ ലിറ്റിൽ പോസ്. കുറച്ച് നാൾ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും ചിലർ എന്നോട് വന്ന് പറയുന്നു, വീഡിയോ ഇടൂ ജിത, യുവർ മോട്ടിവേഷൻ, യുവർ ലൈക്ക് യുവർ ടോക്ക്, വി ലവ് everything what you told us, like your stories, your poems. So I'm so happy to hear. കുറച്ച് നാൾ ബ്രേക്ക് എടുത്തത് ബിക്കോസ് ഓഫ് സം ഹെൽത്ത് ഇഷ്യൂ, ബട്ട് ഐ എം റിക്കവറിങ്, ഐ എം ഹീലിംഗ്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. സ്മൈൽ ഓൾവേസ്, ജിത്ത.